നമ്മളൊരു കാര്യം മനസ്സിലാക്കട്ടെ എന്ന് പറഞ്ഞാൽ, ഇത് മണത്തേരം ഒരു FIR ഉണ്ടായിട്ടില്ല, ഒരു പരാതി ഇല്ലാത്ത സമയത്ത് തന്നെ രാഹുലിനോട് ആ പദവിയിൽ നിന്ന് മാറാൻ പറഞ്ഞു. രാഹുൽ രാജിവെച്ചു. നമുക്കറിയാം ഹാത്രസിന്റെ സമയത്ത് ആദ്യം എത്തിയത് അവിടെ പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധി. അത് ശരിക്കും ആ കേസ് അന്ന് യോഗി ആദിത്യനാഥ് പറഞ്ഞത് അന്താരാഷ്ട്ര ഗൂഢാലോചനയാണ്. രാഹുൽജിയും പ്രിയങ്കജി എത്തിയരാന്ന് ഒരു CBI പ്രോബിന് തന്നെ അത് പോയത്. പിന്നെ നമുക്കറിയാം ബ്രിജ്ഭൂഷൺ ശരൺ സിംഗിന്റെ കാര്യം. 6 മാസം ഗുസ്തി താരങ്ങൾ പ്രതിഷേധം ചെയ്തിട്ടും അദ്ദേഹം MP പദവിന്നോ അല്ലെങ്കിൽ അധ്യക്ഷ സ്ഥാനത്തൊന്നും രാജിവെച്ചിട്ടില്ല. അദ്ദേഹം അതേ സ്ഥാനത്ത് തന്നെ നിന്നു. അതിൽ FIR ഉണ്ടായിരുന്നു, പോലീസ് കംപ്ലൈന്റ് ഉണ്ടായിരുന്നു, ഡൽഹി പോലീസ് അന്വേഷണം അറസ്റ്റ് ചെയ്യണമെന്നും പറഞ്ഞ കാര്യങ്ങളാണിത്. അപ്പൊ ഞാൻ പറയുന്ന പറഞ്ഞാൽ കോൺഗ്രസ് പാർട്ടി അങ്ങനെയല്ല. കോൺഗ്രസ് പാർട്ടി നമ്മൾ കണ്ടതാ നടപടി എടുത്തതാണ്. പല സ്ത്രീകളും ഇപ്പം പരാതി കൊടുത്തിട്ടുണ്ട്, പരാതി കുറെ കേട്ടിട്ടുണ്ട്. അപ്പൊ എന്തായാലും ഒരു നടപടി ഉണ്ടാവും എന്നാണ് എനിക്ക് പറയാം. BJPക്ക് ഒരു അർഹതയില്ല. ഞാൻ പറഞ്ഞില്ലേ, BJP എന്ന് പറയുന്ന പാർട്ടി ബ്രിജ്ഭൂഷൺ ശരൺ സിംഗിന്റെ മേലെ ഒരു നടപടി എടുത്തിട്ടില്ല. ഒരു നടപടി നമ്മൾ പറയേണ്ടത് ഞാൻ യൂറോപ്പിൽ പോയ സമയത്ത് അവരെന്നോട് ചോദിക്കാന്ന്, ഇംഗ്ലണ്ടിന് എന്തുകൊണ്ട് നിങ്ങൾ നടപടി എടുക്കാത്ത, അത്രക്കും ഈ കേസ്. പിന്നെ ബലാത്സംഗം ചെയ്ത് ബിൽക്കീസ് ബാനുവിന്റെ ബലാത്സംഗം ചെയ്തു, അവളെ മകളെ കൊന്നു, അവരെ സിസ്റ്റേഴ്സിനെയും പെങ്ങന്മാരെയും ഉമ്മനെയെല്ലാം ബലാത്സംഗം ചെയ്തു. അവരെ നിങ്ങൾ ജയിലിൽ നിന്ന് വിട്ടിട്ട് മാല ഇട്ടിട്ട് പ്രശ്നത്തിനാണ് ഉപയോഗിച്ചത്. അത് നമ്മൾ മറക്കത്ത്. BJP ഒരു അർഹതയില്ല പ്രതിഷേധം. ഞങ്ങൾ എന്തായാലും അത് ഞാനല്ല നടപടി എടുക്കേണ്ടത്, പാർട്ടി എടുക്കും. അല്ല, ഞാൻ വനിതാ നേതാവല്ല നിലയിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ വനിതകളുടെ മേലെ ഉണ്ടാകാൻ പാടില്ല. ഇത് തെറ്റാണ്. ചിലപ്പം വനിതകൾക്ക് വന്ന് സംസാരിക്കാൻ പറ്റില്ല. ചില കുട്ടികൾ ഇതിൽ പാവപ്പെട്ട കുടുംബത്തിൽ നിന്നാണ്. ചില കുട്ടികൾ ചോദിക്കുന്നത് എന്തുകൊണ്ട് പരാതി. ഭയങ്കര ബുദ്ധിമുട്ടാണ് ഒരു വനിതക്ക് പോയി പരാതി പറയാനും കാര്യങ്ങൾ ചെയ്യാനും. അപ്പോൾ ഒരു വനിതാ നേതാവ് എനിക്ക് വിഷമം എനിക്ക് മനസ്സിലാകുന്നുണ്ട്. അവരത് എന്തായാലും ഒരു നടപടി വേണം ഇതിൽ.